നമ്മൾ താമസിക്കുന്ന ഒരു റൂമും അതിൻ്റെ കോമ്പൗണ്ടൊക്കെയാണ്. ഇവിടെ നല്ല തണുപ്പാണ് ആസാമിൽ. എന്താ പറയുക, നമ്മുടെ വയനാട്ടിലൊക്കെ ഏതാണ്ട് ഒരു 10-20 വർഷം മുന്നേ ഉള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഭയങ്കര തണുപ്പാണ്. നമ്മൾ വയനാട്ടിലൊന്നും ഇപ്പോൾ ഇത്ര ഒരു തണുപ്പ് കിട്ടലില്ല. നമ്മൾ നോമ്പിനൊക്കെ ഒരു 10-20 വർഷം മുന്നേ നോമ്പിനൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര തണുപ്പാണ്, പുറത്തിറങ്ങണ്ട അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതോ ഈ ഒരു സമയത്തുള്ളൊരു തണുപ്പാണ് ഇപ്പോൾ ഇവിടെ ആസാമിലുള്ളത്. നല്ല തണുപ്പാണ്. നമ്മൾ ഫുള്ള് മൂടലും മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഇറങ്ങിയ കടകളൊക്കെ തുറന്നൊക്കെ അറിയില്ല. ഇപ്പോൾ ഏതാണ്ട് ടൈം 7:30 ആ സമയത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ടൗണിൽ ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ച് വരാം. അതുപോലെ ഇവിടെ ഇന്ന് ജനുവരി 23 ഇന്ന്. അപ്പോൾ ജനുവരി 26 കുറച്ച് സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തൊരു കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇന്നല്ല, പിന്നെ അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമൊക്കെ അതിൻ്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഒരു പോലീസുകാരൻ നമ്മളടുത്ത് വന്ന് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച്. നല്ല സെക്യൂരിറ്റിയാണ് ഈ സമയത്തൊക്കെ ഇവിടെ നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജനുവരി 26 ഇത് പ്രമാണിച്ച് എല്ലാ സ്ഥലത്തും, എയർപോർട്ടിലും അതുപോലെ നമ്മൾ വരുന്ന സ്ഥലത്തൊക്കെ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ടൗണിൽ എന്താ സ്ഥിതി എന്നുള്ളത്. ഇത് അവിടെ കാണുന്ന ഗ്രൗണ്ടിലാണ് എൻ്റെ പരേഡൊക്കെ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ തുടങ്ങും. അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഉള്ളത് ഇപ്പോൾ ആസാമിലെ അഭയാപുരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പോയിട്ട് മാർക്കറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ എല്ലാവരും കച്ചവടം സാധനങ്ങൾ നിരത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ റോഡ് സൈഡ് കച്ചവടമാണ് കേട്ടോ. അതുകൊണ്ട് വിലയൊക്കെ നല്ല കമ്മിയുണ്ട്. നല്ല ഫ്രഷ് സാധനങ്ങളാണ്. നമ്മളെ കോളിഫ്ലവർ, അതുപോലെ ക്യാബേജ്, ബ്രോക്കോളി, ക്യാരറ്റ്, ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ്. പരൽ മീൻ വരെ ജീവനുണ്ട്. ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചങ്ങളാണ്. ഒരുപാട് മീനുകൾക്ക് ജീവനുണ്ട്. ഇതുണ്ടാ, ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആസാമിലെ മീനിൻ്റെ ലേലം വിളിയാണ് കാണുന്നത്. ഇവിടെ രാവിലെ ഹോൾസെയിൽ ലേലം വിളി നടക്കും. അത് കഴിഞ്ഞിട്ട് क्या रेट का है भाई? 310 കിലോ റേറ്റ് വരാന്ന്. ഭയങ്കര ലേലം വിളി കേട്ടോ. കടൽ മീനല്ല, പുഴമീനാണ്. കംപ്ലീറ്റ്ലി പുഴമീനാണ്. എല്ലാം ചെറിയ പരൽ മീൻ, അതുപോലെ കട്ല, റോഹു, അതുപോലെ നെട്ടർ എല്ലാം ഉണ്ട്. എല്ലാം ഇവിടെ വളർത്തു മീനാണ്. ഇതിനൊക്കെ ജീവനുണ്ട്.
ഇതാ വേറെ ജീവനുള്ള മീൻ. അത് ഈ കാണുന്ന നമ്മളെ മുഷുവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മുഷു എന്ന് പറയും, കാരി എന്നൊക്കെ പറയുന്ന എല്ലാം ജീവനുള്ളതാണ്. ആ ലോക്കൽ കാ ലോക്കൽ ബ്രാലിന്റെ ചെറുതാണിത്. ഇത് ഫുള്ള് ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ഇതാണ് ആസാമിലെ മീൻ മാർക്കറ്റ്. അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഇതിന്റെ തൊട്ടപ്പുറത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഹോൾസെയിൽ ഓരോ കൊട്ട എടുക്കണം, അതാണ് ഹോൾസെയിൽ മാർക്കറ്റ്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ കിലോന് തൂക്കിത്തരും. 1/2 കിലോ വേണം 1/2 കിലോ കിട്ടും, 1 കിലോ വേണം 1 കിലോ കിട്ടും. അതാണ് ഇവിടുത്തെ കച്ചവടം. ഇതൊക്കെ അപ്പുറത്തുനിന്ന് ഹോൾസെയിൽ വാങ്ങിച്ചുകൊണ്ടുവന്നെയാ. പിന്നെ ഇവിടെ റീറ്റെയിലിന് KG क्या रेट है भाई? 200. 200 രൂപയ്ക്കാണ് ഇതിന് 200 കിലോ. ഇത് ഇവിടെ നിന്നാണ് റീറ്റെയിൽ സെയിൽ നടക്കുക. നമ്മളധികം നിൽക്കുന്നില്ല, നമ്മൾ പോവാണ്. അപ്പുറം ഹോൾസെയിൽ റേറ്റ് ഓരോ കൊട്ട വാങ്ങണം. ഇപ്പുറത്തുനിന്ന് ലോക്കൽ ആൾക്കാർ വന്നിട്ട് ചില്ലറ 1 കിലോ 1/2 കിലോ ഒക്കെ വാങ്ങിച്ചു പോകും. അതാണ് ഇവിടുത്തെ ബിസിനസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗുവാഹട്ടി കണ്ട പുട്ടാണ് കേട്ടോ, ആസാമത്തെ പുട്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്വീറ്റ് വെക്കും, അതാണ് ഈ കാണുന്നത്. ചെറിയ മധുരമുള്ള ശർക്കരയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാകാം. ഇതാണ് ആസാമിലെ പുട്ട്. അത് നമ്മളെ തേങ്ങ ഇട്ടിട്ടുള്ള അടയാണ്, അത് മധുരമാണ്. ഇതാണ് ആസാം സ്പെഷ്യൽ പുട്ട്. इसको क्या बोलते हैं आसाम में? ये नाम इसका नाम है टेकली बिठा बोलता है. ऐसे तकली बिठा, टेकली बिठा बोलता है ये. हाँ तकली बिठा है इसका पेर. हम केरला में पुट्टू बोलता है. पुट्टू बोलता है. ये टेकली बिठा बोलता है. ये बोलता है तेल बिठा. ये तेल बिठा बोलता है. ഇത് നമ്മളെ അപ്പം നെയ്യപ്പത്തിൽ बिठा बोलता है. ये നമ്മളെ നെയ്യപ്പത്തിന്റെ ആസാമാണ് ഇത് കേട്ടോ, आसामी वर्षन. ये तेल बिठा बोलता है. ये राइस में और मैदा में? ये राइस में होता है. റൈസ് में होता है. ഇത് നമ്മളെ അടയാണ് കേട്ടോ, മധുരമുള്ള അട പൊരിച്ച്. ആ ഹാ ഹാ. दोनों सेम है? सेम है दोनों. 2 കടി 1 ചായ 15 രൂപയാണ്. ഇവർ ബിൽഡിംഗ് ഇതും കാര്യങ്ങളൊന്നും എടുക്കാനല്ല, ജീവിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു. ബിൽഡിംഗ് नहीं चाहिए. हम आदमी को कुछ करता है. हाँ कुछ करता है. आदमी शांति होता है, हम शांति होते हैं. बस. ഈ കടിയൊക്കെ നമ്മുടെ നാട്ടിൽ ശരിക്കും 10 രൂപ വാങ്ങുന്ന കടിയാണ്. പക്ഷെ ഇവരുടെ അടുത്ത് 5 രൂപയുള്ളൂ. അപ്പോൾ തുറന്ന് പറയുന്നുണ്ട്, വലിയ സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ചെയ്യുന്നത്, ഓരോ ദിവസത്തെ ചെലവ് കഴിയാൻ വേണ്ടി മാത്രമാണ്. ആസാമിലെ മെയിൻ ഒരു ബിസിനസ്സാണ് ഈ മുളയുടെ. പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മുള. भाई क्या रेट है कड़क? राय क्या रेट है? 25 रुपया मन. 25 25 kg को 20
केजी का कितना है? 25 रुपये। 62 रुपया 50 पैसा। 62 रुपया 50 हाँ केजी। 62. ഇത് അധികം നല്ല ക്വാളിറ്റി അല്ല കേട്ടോ. ഇവിടെ എന്തോ ഒരു കച്ചവടം. കടുക് छोटा छोटा था ना. केजी कितना रेट आ रहा है? भाई केजी कितना रेट है? 62. 62. 62 रुपയാണ്. 62 रुपയാണ് കിലോന് റേറ്റ് വരുന്നത്. ഓ പൂര സുക്കർ. അസാമിലെ ചെറിയൊരു മാർക്കറ്റിലാണ് കേട്ടോ. അതായത് കൃഷിക്കാർ ഡയറക്റ്റ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണുള്ളത്. ഇത് നമ്മളെ ഉഴുന്നില്ലേ, ഉഴുന്നാണിത്. നമ്മളെ ഉഴുന്നാണിത്. അതായത് നമുക്ക് ഉഴുന്ന് കിട്ടുക വെള്ള കളറിലാണ്, വൈറ്റ് കളറിലാണ്. ഇത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ തോൽ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് നാട്ടിലൊക്കെ ഉഴുന്ന് കിട്ടുക. ഇത് ഉഴുന്ന് ശരിക്കും ഗ്രീൻ കളറിൽ, ഏതാണ്ട് ചെറുപയറിൻ്റെ അതേ ടൈപ്പിലാണ് ഉഴുന്ന് വരുന്നത്. നമുക്ക് തോൽ ഒഴിവാക്കിയിട്ട് വെള്ള കളറിലാണ് ഉഴുന്ന് നമുക്ക് നാട്ടിൽ കിട്ടുക. ഇതിവിടെ ആസാമിൽ കുറച്ച് കൃഷിക്കാർ സാധനം സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഉഴുന്ന് അതുപോലെ റായ് എന്ന് പറയുമ്പോൾ നമ്മളെ കടുക് ഇതൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. व्यक्ति देखेगा तो ये कैमरा तो मशीन बन देगी. आप क्या रिपोर्टर है? नहीं है. ഈ ഒരു രീതിയിലാണ് കേട്ടോ ചാക്ക് മാറ്റുക. അത് ക്വാളിറ്റി ഒക്കെ നോക്കുക. അടിയിലും മുകളിലും ഒരേ ക്വാളിറ്റിയാണ് ഈ ഒരു രീതിയിലാണ് നോക്കുക. क्वालिटी अच्छा है. क्वालिटी अच्छा है. दाल का कलाई है. दाल के लिए अच्छा होगा. हाँ ये सफेद नहीं कर रहा है इधर. सफेद नहीं कर रहा है. सफेद वो करेगा, बाद में करेगा. वो कैसे कर रहा है? जो भुकाएगा वो करेगा. हाँ दाल बनाएगा ना, हाँ तब सफेद हो जाएगा. അസാമിൽ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരെ നല്ല പോലെ കാണുന്നുണ്ട് കേട്ടോ. നല്ല വയസ്സുള്ള ആളുകളെ ഒരുപാട് കാണുന്നുണ്ട്. നമ്മളെല്ലാം ഒരു 60-70 വയസ്സ് കഴിഞ്ഞാൽ തീർന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു 60-80 വയസ്സുള്ള ആളൊക്കെ സൈക്കിളും ചവിട്ടി പോകുന്നതൊക്കെ കാണാനുണ്ട്. हाँ नहीं है, वीडियो पकड़ता है. क्यों इधर काम कर ले इधर. क्या काम है? हाँ 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 मट्टी. हाँ ठीक है जूली और टॉमी. ജനുവരി ഒരു 20 ആയപ്പോഴൊക്കെയാണ് മധുര തണുപ്പ് കൂടിയതെന്ന് പറയുന്നത്. നല്ല തണുപ്പാണ് രാവിലെയൊക്കെ. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണി ആകാനായി. എന്നിട്ടും തണുപ്പൊന്നും പോയില്ല. അതുപോലെ സൂര്യനൊന്നും ഉദിക്കാൻ തുടങ്ങി, സൂര്യനൊന്നും കാണാൻ തുടങ്ങിയില്ല. മധുര തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ ഏതാണ്ട് 10 മണിയായിട്ടോ. ബൈക്കുമ്പോഴാണ് നല്ല തണുപ്പാണ്. ഒരു രക്ഷയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുറച്ച് സാധനങ്ങൾ നോക്കിയ വേണ്ടി പോവാണ്. നോക്കിയിട്ട് എത്ര എടുക്കാം, അല്ലെങ്കിൽ വെട്ടിട്ട് വരാം. അങ്ങനൊരു ഇത്രയൊന്നും തണുപ്പുണ്ടാവും നമ്മൾ വിചാരിച്ചില്ല. എന്നാലും
വയനാടൊന്നും അടുത്ത് വെക്കാൻ പറ്റില്ല. ഏതാണ്ട് ഊട്ടി തണുപ്പിന് ഉണ്ട് ഇവിടെ. മൂപ്പര വീട്. ये भी दालचीनी का ना? हाँ दालचीनी का। हाँ बेलीफ है। हमारा मैं बोला था ना हमारा आंगन में ये खुद उगता है। हाँ 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 इसमें इसमें आ रहा है वो। हाँ हाँ ये खुद उगा है, ये नहीं लगाया है। ये है वो है। ये टेस्ट अलग है हमारा उधर का, ये दोनों टेस्ट अलग है। इधर का फ्लेवर ज्यादा है। നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വിസ്താരമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ആ ബ്രഹ്മപുത്ര നമ്മള് ക്രോസ് ചെയ്യാൻ പോകുന്ന കേട്ടോ. അതായത് ആസാം മേഖലയിലുള്ള ഏറ്റവും ഉപകാരവും അതുപോലെ ഉപദ്രവമായിട്ടുള്ള നദിയാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇടക്കിടക്ക് കൃഷി ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും, പക്ഷെ ഇടക്കിടക്ക് കര കവിഞ്ഞൊഴുകും. അപ്പോൾ ഇതിന്റെ തീരത്തുള്ളവർക്കുള്ള ഭയങ്കര നാശനഷ്ടങ്ങളെല്ലാം വരുന്ന നദിയാണ് ഇത്. ഹിമാലയസാരാണോ? ആ ഹിമാലയത്തിൽ നിന്ന് പിന്നെ ഐസൊക്കെ മെൽറ്റ് ആയിട്ടാണ് ഈ നദിയിലേക്ക് വെള്ളം വരിക. ബ്രഹ്മപുത്ര ക്രോസ് ചെയ്യാൻ തുടങ്ങി.
mahal एकदम तुरंत पकड़ता है खाना और खा हो गया है? क्या है वो दाल कोरिएंडर है कोरिया डाल അസാമീസ് ഫുഡാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കളിയാണ്